എല്ലാവർക്കും നല്ല നമസ്കാരം. ഈ കാണുന്ന കാഴ്ച ഇതൊരു പതിവ് കാഴ്ചയാണ്. ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ദേശീയപാത 544 അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാർശ്വഭിത്തി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഘടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പാർശ്വഭിത്തിയുടെ സ്ലാബ് റോട്ടിലേക്ക് വീഴുന്നത്. 2 പ്രാവശ്യം ചിറങ്ങരയിൽ വീണു. മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പോൾ കൊരട്ടിയിൽ നിന്നും ചാലക്കുടിയിലേക്ക് പോകുന്ന വടക്കോട്ടുള്ള ദിശയിൽ മുരുങ്ങൂർ അടിപ്പാത കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്ന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് ഒരു തനിക്കെത്താൻ വന്നത്തെ ഒരു സ്ലാബ് വീണത്. ഈ സ്ലാബ് വീഴുന്നതിന് തൊട്ട് മുൻപായിട്ട് അതിലൂടെ കടന്നുപോയത് ചെറിയ ചെറിയ കാറുകളാണ്. ഈ പണി അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം, നമ്മളൊരു സാധാരണ വീട് പണിയുമ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് ഭിത്തിയൊക്കെ നമ്മൾ ഉറപ്പിക്കുന്ന രീതി എങ്ങനെയാണ്? ഇത് നന്നായി മണ്ണ് അതിൻ്റെ ഉള്ളിലിട്ട് ജർക്ക് ചെയ്ത് അത് ഉള്ളിലേക്ക് ശരിക്കും അടിച്ചിറക്കിയതിനൊക്കെ ശേഷമാണ് ഈ ഭിത്തികൾ ഘടിപ്പിച്ചു കൊണ്ടത്. ഈ ഓരോ സ്ലാബും വീഴുന്നതും ഈ സാധാരണക്കാരൻ്റെ ജീവൻ്റെ മുന്നിലേക്കാണ്. എന്തോ ഭാഗ്യത്തിനാണ് ഇവിടെ വാഹനങ്ങളുടെ മേലെ വീഴാതെ രക്ഷപ്പെടുന്നത്. ആരാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്? PST എന്ന് പറയുന്ന കമ്പനി. ഇവിടെ ഒരുപാട് ജനകീയ നേതാക്കന്മാരുണ്ട്. ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ ഇതിലൊക്കെ അടിയന്തരമായി ഇടപെടേണ്ടത് മെമ്പർ ഓഫ് പാർലമെൻറ്റ് MP ബെന്നി ബെഹനാനാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം ബഡായി ബെഹനാനായി മാറിയിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെയാണ് പറയുന്നത്. ഇത്രയും വിഷയങ്ങൾ ഇവിടെ നടന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടൽ. സ്ലാബുകൾ മുഴുവനും വീണുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. സ്ലാബ് ഒടിയുന്നു, സ്ലാബ് വീഴുന്നു. ഞാൻ എൻ്റെ ഒരു സംശയം പ്രകടിപ്പിക്കുക. നിങ്ങൾ ഈ മുരുങ്ങൂർക്കും ചിറങ്ങരയ്ക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ സൈഡ് ഭിത്തി കെട്ടി വെച്ചിരിക്കുന്നത് ഒന്ന് നോക്കിക്കാണാം. ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്നത് മണ്ണാണ്. ഇതിൻ്റെ ഉള്ളിൽ എത്തരത്തിലുള്ള മണ്ണാണ് ഇട്ടിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. മഴവെള്ളം വീണ് കുതിർന്ന് ഈ സാധനം മറ്റേ കണ്ണൂർ അവിടേക്ക് ഉണ്ടായ മാതിരി തള്ളിപ്പോകാതിരുന്നാൽ നമ്മുടെ ഭാഗ്യം. കാരണം ഈ സ്ലാബുകൾ എങ്ങനെയാണ് വീഴുന്നത്? ഈ സ്ലാബുകൾ വീഴുന്നത് ഇതിൻ്റെ മണ്ണിൽ ശരിക്കും കൃത്യമായി ചേർക്കുകയും ചെയ്ത് ഇത് ചെയ്യേണ്ട പോലെ ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. ഇത് വീണ് ഈ 2 വീലേഴ്സിൻ്റെ ഒക്കെ മേത്തേക്ക് വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു നാറിയ പണി. ഇതൊക്കെ കണ്ടുകൊണ്ട് പുതിയ വികസനത്തിൻ്റെ കാഴ്ചപ്പാടുകളും ജനകീയമായിട്ടുള്ള ഇടപെടലുകൾക്ക് വേണ്ടി ദാഹിക്കുന്ന ജനനേതാക്കന്മാർ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. വീണുകൊണ്ടിരിക്കുന്നു. അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? എനിക്കറിയാവുന്ന ഒരു നേതാവിനെ പറ്റി പറയാം. കോടയങ്കണ്ടത്ത്, നമ്മുടെ ഒല്ലൂരുള്ള കോടയങ്കണ്ടത്ത്. അദ്ദേഹം എന്തെങ്കിലും ഈ വിഷയത്തിലൊന്ന് ഇടപെടാനായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഞങ്ങളുടെ ഇവിടെ ആളുകളുടെ മേലെ ഈ പറയുന്ന സ്ലാബുകൾ വീഴാണ് മാഷെ. ഒരാൾ പോലും ഇവിടെ ഇടപെടാനില്ല. ഇവിടുത്തെ ജനപ്രതിനിധികൾ മുഴുവൻ മൗനവ്രതത്തിലാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ സ്ലാബ് ഇപ്പോൾ ഈ ദേശീയപാതയിൽ വീഴുന്നത്. നാണമില്ലേ? ലജ്ജയില്ലേ? നാണം കെട്ടവരെ. എന്താ പറയുന്നത്? ഇതൊക്കെ ജനങ്ങളുടെ ജീവനം വെച്ച് പമ്പാടുന്ന പകിടകളിയാണ്. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരാണെന്നുള്ളത് ഇവിടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയാം. ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇതൊക്കെ കണ്ടിരിക്കുകയാണ്. ഇതുപോലൊരു തുക്കടാച്ചി ഉണാപ്പന്മാരുമായിട്ടുള്ള ആളുകൾ വെച്ച് പണി നടത്തിയതിൻ്റെ പ്രാശ്ചിത ഫലമാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ലാബുകൾ ഇനിയും വീഴും. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് 2 വീലേഴ്സ് പാർശ്വഭിത്തിയോട് ചേർന്ന് വണ്ടി ഓടിക്കാതിരിക്കുക. വലിയ വാഹനങ്ങളാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ചെറിയ വാഹനങ്ങൾ ശ്രദ്ധിക്കുക. ഏത് സമയം ഇത് വീഴാം. വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് തന്നെ പോയി. അത്രമാത്രം പറയുന്നു. വീണ്ടും ഒരു സ്ലാബ് കൂടി വീണിരിക്കുന്നു. ഇത്തവണ സ്ലാബ് ഒടിയിലല്ല, സ്ലാബ് മുകളിൽ നിന്ന് വീണിരിക്കുന്നു. ഇനി എത്ര സ്ലാബുകൾ വീഴാനിരിക്കുന്നു എവിടെയാണെന്ന് അറിയില്ല. നന്ദി, നമസ്കാരം.